നിങ്ങൾ ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ടാണോ തുടങ്ങുന്നത്? ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലിയാണോ നിങ്ങൾ തുടങ്ങുന്നത്? ബിസ്മില്ലാഹ് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ചെറിയൊരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മൾ ദിവസവും എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നു, ജോലി ചെയ്യുന്നു, പഠിക്കുന്നു, വാഹനം ഓടിക്കുന്നു, വാഹനത്തിൽ കയറുന്നു, വസ്ത്രം ധരിക്കുന്നു. എന്നാൽ ഈ എല്ലാ കാര്യങ്ങൾക്കും മുമ്പ് നമ്മൾ ബിസ്മി ചൊല്ലാറുണ്ടോ? എത്ര പേർ അങ്ങനെ ചൊല്ലുന്നവരുണ്ട്? ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങുന്നവർ ആരൊക്കെ ഉണ്ട്? ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും എല്ലാ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പും ഈ ബിസ്മി ചൊല്ലിക്കൊണ്ട് തുടങ്ങിയാൽ, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് ചൊല്ലിക്കൊണ്ട് തുടങ്ങിയാൽ ആ കാര്യത്തിനെല്ലാം നല്ല ബർക്കത്തുണ്ടാകും. ഈ ഒരൊറ്റ വാക്കിൽ വലിയ രഹസ്യങ്ങളും അനുഗ്രഹങ്ങളും അടങ്ങിയിരിക്കുന്നു. ഒരു മുസ്ലിമിൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുകയും അള്ളാഹുവിൻ്റെ നാമത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിൻ്റെ അടയാളമാണ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്ന ഏത് കാര്യത്തിനും ബർക്കത്തുണ്ടാകും. ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഏത് കാര്യത്തിനാകട്ടെ അതിനെല്ലാം നല്ല ബർക്കത്താണ്. മനുഷ്യൻ്റെ ശക്തിയേക്കാൾ വലിയ ശക്തി അള്ളാഹുവിൻ്റെ സഹായമാണ്. ആ സഹായം തേടാനാണ് നാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രകാരം ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ ശൈത്താൻ ആ ഭക്ഷണത്തിൽ പങ്കുചേരുകയില്ല. വീട്ടിൽ പ്രവേശിക്കുമ്പോഴും അള്ളാഹുവിൻ്റെ നാമം പറയുന്നവരുടെ വീട്ടിൽ ശൈത്താൻ്റെ താമസിക്കാൻ അവസരം ലഭിക്കുകയില്ല. ചിലപ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത് സ്ഥിരമായി ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ്. അതുകൊണ്ട് ബിസ്മില്ലാ എന്ന ഈ ചെറിയ ഇത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കുക. നമ്മുടെ ജീവിതത്തിൽ ദിവസവും രാവിലെ ഉറക്കമുണർന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എത്രയോ തവണ നമുക്ക് ബിസ്മില്ലാഹി റഹ്മാനി റഹീം പറയാൻ കഴിയും. ഓരോ തവണയും അത് ഒരു ഇബാദത്തായി രേഖപ്പെടുത്തുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. ഏത് നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാനി റഹീം പറഞ്ഞു തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുകയും നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയും അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മളെ കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. നമ്മൾ തുടങ്ങാൻ പോകുന്ന ഏത് കാര്യത്തിലും ആരംഭത്തിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി നോക്കൂ. അതിൽ ഒരു കുഴപ്പവും കൂടാതെ നമുക്കത് വീണ്ടും കിട്ടാൻ കഴിയും. അതിനാൽ ഒരു ദിവസം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നു അതിലെല്ലാത്തിനും നമുക്ക് ബിസ്മില്ലാ ചൊല്ലി തുടങ്ങും. അതിനാൽ ഇന്ന് മുതൽ ഒരു തീരുമാനമെടുക്കും. ഭക്ഷണത്തിന് മുമ്പ് ബിസ്മില്ലാഹി റഹ്മാനി റഹീം, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ, വാഹനം കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ബിസ്മില്ലാ, പഠനത്തിന് പോകുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അങ്ങനെ ഏത് കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറയുക. ഈ ചെറിയ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തും സമാധാനം അള്ളാഹുവിൻ്റെ സഹായവും ലഭിക്കും. അള്ളാഹു നമ്മെ എപ്പോഴും തൻ്റെ നാമം സ്മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമ്പത്തിലുമെല്ലാം ബർക്കത്ത് നൽകട്ടെ. ആമീൻ.